ആവേശത്തോടെ ഈ പവർ ഗ്രൂപ്പിൻ്റെ ഒരു മുന്നേറ്റം കോൺഗ്രസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം സ്വാഭാവികമായിട്ടും ഇവരൊക്കെ വരുന്ന പശ്ചാത്തലം, കോൺഗ്രസിനുണ്ടായ മാറ്റം, 2021 മാറ്റം, ഇതെല്ലാം നമ്മൾ ഓർത്തു പോകണമല്ലോ. കാരണം തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഈ ഗ്രൂപ്പുകൾ നിഷ്പ്രഭമായി പോകുന്നു. അത് അണികളുടെ ഒരു വലിയ പ്രതിഷേധത്തിലാണ് ഗ്രൂപ്പുകൾ സത്യത്തിൽ ഇല്ലാതാവുന്നത്. അതിനുശേഷം ആ ഗ്രൂപ്പ് പ്രവർത്തനത്തിൽ താൻ ഇല്ല എന്ന് പറഞ്ഞ് നേതൃത്വം കൊടുക്കാൻ വേണ്ടി വി ഡി സതീശൻ രംഗത്തേക്ക് വരുന്നു. അന്ന് വി ഡി സതീശൻ രംഗത്ത് അങ്ങനെ വരുമ്പോൾ എ ഗ്രൂപ്പിൽ നിന്നാണ് ഷാഫി പറമ്പിൽ പടനായകനാവുന്നത്. എ ഗ്രൂപ്പിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലെത്തുന്നത്. പക്ഷേ എ ഗ്രൂപ്പ് എന്ന മട്ടിലല്ല വി ഡി സതീശൻ ഇതിനെ നയിക്കുന്നത്. അങ്ങനെയാണ് അതിനെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം. അതിനെ എ ഗ്രൂപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുതന്നെയാണ് അവസ്ഥ. ഇവിടെ ഷിയാസിൻ്റെ നേതൃത്വത്തിൽ എറണാകുളത്തൊക്കെ ആണെങ്കിൽ ഷിയാസിനെ പോലെയുള്ള നേതാക്കളൊക്കെ വളരെ ആവേശത്തോടെ വരുന്നു. അങ്ങനെ മൊത്തത്തിൽ വി ഡി സതീശൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം എന്ന നിലയ്ക്കാണ് ഇതിനെ കണ്ടിരുന്നത്. അത് വളരെ സത്യം പറഞ്ഞാൽ തരക്കേടില്ലാതെ അത് മുന്നേറിക്കൊണ്ടിരിക്കുകയുമായിരുന്നു. അതിലൊരു കരട് വീഴുന്നത് യഥാർത്ഥത്തിൽ ഈ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൈപിടിച്ചുയർത്തുന്നതിലൂടെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൈപിടിച്ചുയർത്തി മുമ്പോട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ ഒരു യാത്ര നടത്തുന്നുണ്ട്. സംഘടനാപരമായി ഇത് കരുത്താർജിക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസിനെയൊക്കെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ യാത്ര എറണാകുളം വരെ വന്നുള്ളൂ. അതവിടെ അവസാനിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സ്ഥാനാർത്ഥിയായി പോയി. അങ്ങനെ പാലക്കാട്ടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയം മുതൽ വീണ്ടും സജീവമായി ഏതാണ്ട് ചേരി തിരിഞ്ഞുള്ള ചർച്ചകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതിനുശേഷം അപ്പോഴും നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് എന്താണ്? എന്തായാലും വി ഡി സതീശൻ അനിഷേധ്യ നേതാവാകുന്നു. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും നമ്മൾ ആവർത്തിച്ച് പറയുന്നത് നമ്മുടെ ഹെഡ്ലൈൻ അടക്കം അതെ, അനിഷേധ്യ നേതാവായി വി ഡി സതീശൻ എന്നതാണ്. ഇപ്പോഴും അതിന് വലിയ ഉലച്ചിലൊന്നും തട്ടിയെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അപ്പുറത്ത് വേറെ ചില സമവാക്യങ്ങൾ രൂപപ്പെടുന്നുണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം.